അതേപോലെ തന്നെ അറസ്റ്റ് ചെയ്യേണ്ടി വന്നത് ഒളിവിൽ പോകാതിരിക്കാൻ വേണ്ടിയാണ് എന്നുള്ള കാര്യവും പ്രോസിക്യൂഷൻ പറയുകയാണ്. ഒളിവിൽ പോയേനെ, അത് മാത്രമല്ല ജാമ്യം നൽകിയാലും ഒളിവിൽ പോകും പ്രതി എന്നുള്ള കാര്യവും പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിക്കുകയാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം വന്ന ഹൈക്കോടതിയുടെ ഒരു വിധി കൂടി, നേരത്തെ അത് ടോം ഇവിടെ പറഞ്ഞതാണ്, അക്കാര്യം കൂടി കോടതിയിൽ പരാമർശിക്കുകയാണ് പ്രോസിക്യൂഷൻ ചെയ്തത്. ദുരുദ്ദേശത്തോടു കൂടി തന്നെയാണ് ബോബി ചെമ്മണ്ണൂർ ഇടപെട്ടത്. അത് ഒരു തവണയല്ല, ഒന്നിലേറെ തവണ 2 ചടങ്ങുകളുടെ കാര്യങ്ങൾ വിശദീകരിക്കുകയാണ് പ്രോസിക്യൂഷൻ ചെയ്തത്. അതോടൊപ്പം തന്നെ ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൂടെ നടത്തിയ പരാമർശങ്ങൾ അത് ലൈംഗിക അധിക്ഷേപവും അപമാനിക്കലും ആണ് എന്നുള്ള കാര്യവും പ്രോസിക്യൂഷൻ വാദിക്കുകയാണ്. അത് മാത്രമല്ല, ഇക്കാര്യം ഹണി റോസിന്റെ അമ്മ തന്നെ ഷാനവാസ് ഖാൻ എന്ന ബോബി ചെമ്മണ്ണൂരിന്റെ കോർഡിനേറ്ററോട് ഫോണിൽ വിളിച്ച് പറയുകയും ചെയ്തിരുന്നു ഇങ്ങനെ ഒരു മനോവേദന ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം. അതിനുശേഷവും ഇത്തരത്തിലുള്ള അപമാനിക്കൽ തുടർന്നു എന്നുള്ള കാര്യവും പ്രോസിക്യൂഷൻ കോടതിയോട് പറയുകയാണ്. അങ്ങനെ ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം കൊടുക്കരുത്, വിദേശത്തേക്ക് കടക്കുവാനുള്ള സാധ്യത പോലും ഉണ്ട് എന്നുള്ള കാര്യവും ഇപ്പോൾ പ്രോസിക്യൂഷൻ വാദിക്കുകയാണ്. അനുമതിയില്ലാതെയാണ് കയ്യിൽ കയറി പിടിച്ചത്, അത് ജുവലറി ഉദ്ഘാടന സമയത്താണ്, അത് ദുരുദ്ദേശത്തോടു കൂടി തന്നെയാണ് എന്നുള്ള കാര്യം സമർത്ഥിക്കുകയാണ് പ്രോസിക്യൂഷൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ അവിടെ നടത്തിയ പരാമർശങ്ങളും അത് ലൈംഗിക അധിക്ഷേപം ഉദ്ദേശിച്ചുകൊണ്ടുള്ളതായിരുന്നു, അത്തരം പരാമർശത്തിന്റെ ആവശ്യം ഇല്ലായിരുന്നു എന്നുള്ള കാര്യവും പ്രോസിക്യൂഷൻ കോടതിയെ അറിയിക്കുകയാണ്. തുടർച്ചയായിട്ട് പിന്തുടരുകയായിരുന്നു, സ്റ്റോക്കിംഗ് നടത്തുകയായിരുന്നു എന്നുള്ള കാര്യവും പറയുകയാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ. ഹണി റോസ് പോലീസിന് നൽകിയ പരാതി അതേ രീതിയിൽ തന്നെ വായിക്കുകയും ചെയ്തു പ്രോസിക്യൂഷൻ. BNS 75 വകുപ്പിന്റെ ഉദ്ദേശ്യം തന്നെ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ തടയുക എന്നുള്ളതാണ്. അതിനാൽ പോലീസ് അക്കാര്യത്തിൽ കൃത്യമായി ഇടപെട്ടു. നടിയുടെ പരാതി കിട്ടിയ ഉടൻ തന്നെ കേസ് രജിസ്റ്റർ ചെയ്തു, പ്രതിയെ അറസ്റ്റ് ചെയ്തു. പ്രതിക്ക് ഒളിവിൽ പോകുവാനുള്ള സാഹചര്യം ഉണ്ടാക്കിയില്ല. പ്രതിക്ക് സമൂഹത്തിലുള്ള സ്വാധീനശേഷി വലുതാണ്. അതിനാൽ ഇനി ജാമ്യം നൽകിയാൽ ഒളിവിൽ പോകുവാനുള്ള സാധ്യതയുണ്ട്, വിദേശത്തേക്ക് കടക്കുവാനുള്ള സാധ്യതയുണ്ട്. അതിനാൽ ജാമ്യം നൽകരുത് എന്ന് പറയുകയാണ് ചെയ്തത്. എന്തായാലും വാദം തുടരുന്നു. പ്രതിഭാഗവും വാദിഭാഗവും കൃത്യമായിട്ട് തന്നെ വാദമുഖങ്ങൾ ഉന്നയിക്കുകയാണ്. ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യാപേക്ഷ കൂടി പരിഗണിക്കുന്നത് കൊണ്ടാണ് വാദം നീണ്ടുപോകുന്നത്. കസ്റ്റഡി അപേക്ഷ തുടക്കത്തിൽ പരിഗണിച്ചിരുന്നു, കസ്റ്റഡി വേണം എന്നുള്ള കാര്യം പ്രോസിക്യൂഷൻ പറയുകയാണ്. പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതേ സമയത്ത് തന്നെയാണ് ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യാപേക്ഷയും പരിഗണിക്കുന്നത്. ഒരു ദിവസം ജയിലിലെ സെല്ലിൽ കിടന്ന കാര്യവും പരാമർശിക്കുകയുണ്ടായി പ്രതിഭാഗം അഭിഭാഷകൻ. ഈ അറസ്റ്റിന്റെ ആവശ്യമുണ്ടായിരുന്നില്ല എന്നുള്ള കാര്യവും ആവർത്തിച്ചു പറയുകയാണ് പ്രതിഭാഗം ചെയ്യുന്നത്. പക്ഷേ പ്രതിഭാഗം ഉന്നയിച്ച കാര്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവർ തമ്മിൽ സൗഹൃദമുണ്ടായിരുന്നു എന്നുള്ള കാര്യം ചൂണ്ടിക്കാണിക്കുന്നതിന് വേണ്ടിയാണ്. അതിനാണ് വീഡിയോ ദൃശ്യങ്ങൾ ഹാജരാക്കാം. അതേ വീഡിയോ ദൃശ്യങ്ങൾ തന്നെ ഹണി റോസ് പങ്കുവച്ചിട്ടുണ്ട് ഫേസ്ബുക്കിൽ. അത് ജുവലറി ഉദ്ഘാടന സമയത്തെ വീഡിയോ ദൃശ്യമാണ്. അതേ ദൃശ്യം തന്നെ ഉണ്ട് എന്നുള്ള കാര്യവും പറയുകയായിരുന്നു. പക്ഷേ മജിസ്ട്രേറ്റ് അക്കാര്യം അംഗീകരിച്ചിട്ടില്ല, അതിന്റെ ആവശ്യമില്ല എന്നുള്ള കാര്യം പറയുന്നു. ഇപ്പോഴും വാദം തുടരുന്നു. അല്പസമയത്തിനകം വിധി പ്രതീക്ഷിക്കുകയാണ്. ഏത് സമയത്തും വിധി പ്രതീക്ഷിക്കാം. ഇന്ന് തന്നെ ഇക്കാര്യത്തിലൊരു തീരുമാനം എന്തായാലും ഉണ്ടാകും. റിമാൻഡാണോ അതല്ലെങ്കിൽ ജാമ്യമാണോ എന്നുള്ള കാര്യം. ഇലക്ട്രോണിക് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കേസ് എന്നാണ് പ്രതിഭാഗം പറയുന്നത്. അതിനാൽ ദൃശ്യം കോടതി കാണണം എന്നുള്ള ആവശ്യം വീണ്ടും ഉന്നയിക്കുകയാണ് പ്രതിഭാഗം. വീഡിയോ കാണുന്നതിൽ എതിർപ്പുണ്ടോ എന്ന് പ്രോസിക്യൂഷനോട് കോടതി ചോദിച്ചിരിക്കുകയാണ്. നേരത്തെ പ്രോസിക്യൂഷൻ എതിർപ്പ് പറഞ്ഞിരുന്നു, അപ്പോഴാണ് കോടതി വീഡിയോ കാണേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞത്. ഇപ്പോൾ ഇലക്ട്രോണിക് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കേസ് എന്ന് പ്രതിഭാഗം പറയുന്നു. അതിനാൽ വീഡിയോ കാണണം എന്നുള്ള കാര്യം വീണ്ടും ഉന്നയിച്ചിരിക്കുകയാണ്. വീണ്ടും പ്രോസിക്യൂഷൻ ഇക്കാര്യത്തിൽ എതിർപ്പ് പ്രകടിപ്പിച്ചിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ വീഡിയോ ദൃശ്യം കാണേണ്ട ആവശ്യമില്ല എന്നുള്ള കാര്യം പ്രോസിക്യൂഷൻ കോടതിയെ അറിയിക്കുകയാണ്. അപ്പോൾ ആദ്യം പറഞ്ഞ അതേ കാര്യം വീണ്ടും കോടതിയോട് ആവശ്യപ്പെട്ടു പ്രതിഭാഗം. പക്ഷേ പ്രോസിക്യൂഷൻ വീണ്ടും എതിർത്തു. അതുകൊണ്ട് തന്നെ വാദം നീണ്ടുപോവുകയാണ്. ഇനി കോടതിയാണ് ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കേണ്ടത്. വീഡിയോ ദൃശ്യം ഹാജരാക്കാം. ആ ദൃശ്യം പരിശോധിച്ചാൽ ലൈംഗിക അധിക്ഷേപം നടന്നിട്ടില്ല എന്ന് വ്യക്തമാകുമെന്നാണ് പറയുന്നത്. വിധി എന്തായാലും അല്പസമയത്തിന് ശേഷമേ ഉണ്ടാകൂ. ഒരു ഇടവേളയ്ക്ക് വേണ്ടി പിരിഞ്ഞിരിക്കുകയാണ് കോടതി. ടോം, ഈ വീഡിയോ ദൃശ്യം വീണ്ടും കാണണം എന്നുള്ള കാര്യം ഉന്നയിക്കുന്നത് എന്താണ് പ്രതിഭാഗം? മഞ്ജുഷ്, ഹണി റോസിന്റെ പരാതിയിൽ ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം
കോടതിയിൽ ഹാജരാക്കിയപ്പോൾ ശക്തമായ വാദങ്ങളാണ് ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പ്രതിഭാഗത്തിന്റെ ഭാഗത്തുനിന്നും പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. അതായത് പ്രതിക്ക് ജാമ്യം നൽകണമെന്ന പ്രതിഭാഗത്തിന്റെ വാദത്തെ പൂർണ്ണമായും എതിർക്കുകയാണ് പ്രോസിക്യൂഷൻ. പലതവണ പ്രോസിക്യൂഷൻ ഇക്കാര്യം ആവർത്തിച്ച് തന്നെ പറയുന്നുണ്ട്. അതിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് ജാമ്യം നൽകിക്കഴിഞ്ഞാൽ ഒളിവിൽ പോകാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസത്തെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ദിവസത്തെ ഹൈക്കോടതിയുടെ ഉത്തരവ് ഉൾപ്പെടെ പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ലൈംഗിക ചുവയോടെ സ്ത്രീ ശരീരത്തെ വർണ്ണിക്കുന്നത് ലൈംഗിക അതിക്രമം എന്ന് പ്രോസിക്യൂഷൻ പറയുന്നു. ബോബി ചെമ്മണ്ണൂർ ഒളിവിൽ പോകുമെന്ന് പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാണിക്കുന്നു. സാക്ഷികളെ സ്വാധീനിക്കാനും തെളിവ് നശിപ്പിക്കാനും സാധ്യതയുണ്ട്. IPC അല്ല ഇപ്പോഴത്തെ നിയമമെന്ന് പ്രോസിക്യൂഷൻ പറയുന്നു. ഭാരതീയ ന്യായ സംഹിത പ്രകാരം ചുമത്തിയ വകുപ്പുകൾ ജാമ്യം നിഷേധിക്കാൻ പോകുന്നതാണ്. പ്രതി പരാമർശങ്ങൾ ആവർത്തിക്കുന്നു. ജാമ്യം നൽകിയാൽ നീതി ലഭിക്കില്ല. പ്രതി വിദേശത്തേക്ക് കടക്കാൻ സാധ്യതയുണ്ട്. ജാമ്യം അനുവദിച്ചാൽ സമൂഹ മാധ്യമങ്ങൾ വഴി മോശം പരാമർശം നടത്തുന്നവർക്ക് അത് പ്രോത്സാഹനമാകും. കാരണം നമുക്കറിയാം ഈ കേസുമായി ബന്ധപ്പെട്ട് ബോബി ചെമ്മണ്ണൂരിന്റെ അന്നത്തെ ഈ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ ഉൾപ്പെടുന്ന ആ ദൃശ്യങ്ങൾക്ക് താഴെയായിരുന്നു ഹണി റോസിനെ അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള തുടർച്ചയായിട്ടുള്ള അധിക്ഷേപ പോസ്റ്റുകൾ ഉണ്ടായത്, കമന്റുകൾ ഉണ്ടായത്. ഇത് ഈ കേസിൽ അതായത് ആദ്യഘട്ടത്തിൽ ഈ ബോബി ചെമ്മണ്ണൂരിന്റെ കേസെടുക്കുന്നതിന് മുൻപ് തന്നെ ഈ കമന്റുകളുമായി ബന്ധപ്പെട്ടായിരുന്നു പോലീസ് 30-ലധികം പേർക്കെതിരെ കേസെടുത്തത്. ബോബി ചെമ്മണ്ണൂരിന് ഈ കേസിൽ ജാമ്യം നൽകിയാൽ അത് ഇതുപോലുള്ള അധിക്ഷേപ കമന്റുകൾ ഇടുന്നവർക്കും അത് പ്രോത്സാഹനമാകും എന്ന് പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ജാമ്യം നൽകിയാൽ സമൂഹത്തിന് കൂടി തെറ്റായ സന്ദേശമാണ് നൽകുന്നത്. ഈ വാദത്തിനിടെ കോടതി തന്നെ പ്രോസിക്യൂഷനോട് ചോദിക്കുന്നുണ്ട് വീഡിയോ കാണുന്നതിൽ. അതായത് നേരത്തെ തന്നെ പ്രതിഭാഗം ഉന്നയിച്ച പ്രധാനപ്പെട്ട കാര്യം ഇതായിരുന്നു. ഈ വീഡിയോയിൽ ഇത്തരം വീഡിയോ കോടതി കാണണം. വീഡിയോയിൽ ഇതുപോലുള്ള ഒരു ലൈംഗിക അധിക്ഷേപം ഉണ്ടായിട്ടില്ല എന്നാണ് പ്രതിഭാഗം ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കോടതി പ്രോസിക്യൂഷനോട് ചോദിച്ചിരിക്കുന്നു വീഡിയോ കാണുന്നതിൽ എതിർപ്പുണ്ടോ എന്നാൽ ഈ ഘട്ടത്തിൽ വീഡിയോ കാണേണ്ട സാഹചര്യമില്ല, വീഡിയോ കാണാൻ പാടില്ല എന്നാണ് പ്രോസിക്യൂഷൻ വാദിക്കുന്നത്. എന്നാൽ ഇലക്ട്രോണിക് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ കേസ് എന്നതിനാൽ ദൃശ്യം കോടതി കാണണമെന്നാണ് പ്രതിഭാഗം കോടതിയിൽ ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്ന വിഷയം. എന്തായാലും നേരത്തെ മഞ്ജുഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ കേസിൽ ശക്തമായ വാദങ്ങൾ നടക്കുന്നു. എന്തായാലും ഇപ്പോൾ കോടതി ഒരു ഇടവേളയ്ക്ക് പിരിഞ്ഞിരിക്കുകയാണ്. അതിനുശേഷം അതായത് ഇടവേളയ്ക്ക് ശേഷം കോടതി ഈ കേസ് പരിഗണിക്കുമ്പോൾ ബോബി ചെമ്മണ്ണൂരിന്റെ ശരിയാണ്, ഇടവേള കഴിഞ്ഞിട്ടാണ് വിധി വരാൻ പോകുന്നത്. എന്തായാലും ഇനി വാദം ഉണ്ടാകുവാനുള്ള സാധ്യത കുറവാണ് അല്ലേ ടോം? കോടതി ഒരു ഇടവേളയ്ക്ക് പിരിഞ്ഞിരിക്കുകയാണ്, ഉച്ചഭക്ഷണത്തിന് പിരിഞ്ഞിരിക്കുകയാണ്. അതിനാൽ ഇനിയൊരു വാദത്തിനുള്ള സാധ്യത കാണുന്നുണ്ടോ? പക്ഷേ വീഡിയോ ദൃശ്യം കാണണം എന്നുള്ള കാര്യം ആവർത്തിച്ച് പ്രതിഭാഗം ആവശ്യപ്പെട്ടപ്പോൾ പറ്റില്ല എന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞു. രണ്ടാമത് ഇക്കാര്യവും ആവശ്യപ്പെട്ടപ്പോൾ അതിലൊരു തീരുമാനം കോടതി പറഞ്ഞിട്ടില്ല അല്ലേ? തീർച്ചയായും ഇനി ഇടവേള കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ നിലവിൽ ഇടവേളയ്ക്ക് പിരിഞ്ഞിരിക്കുകയാണ്. അതിനുശേഷം ഈ കേസ് കോടതി പരിഗണിക്കുമ്പോൾ ഈ വീഡിയോ കാണണമോ എന്ന കാര്യത്തിലും അതോടൊപ്പം ജാമ്യാപേക്ഷയിൽ വിധി ഉണ്ടാകുമെന്ന കാര്യത്തിലും ഇതിന് ശേഷമായിരിക്കും, ഇനി ഉച്ചയ്ക്ക് ശേഷമായിരിക്കും കോടതി പരിഗണിക്കുക. പ്രധാനമായും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വീഡിയോയിൽ അതായത് ഡിജിറ്റൽ തെളിവാണ്, ഇലക്ട്രോണിക് ഉപകരണം വഴിയാണ് ഈ രീതിയിലുള്ള അധിക്ഷേപങ്ങൾ ഹണി റോസിനെതിരെ ഉണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് പ്രതിഭാഗം പ്രധാനമായും വാദിക്കുന്ന വിഷയവും ഇത് വീഡിയോ കാണണം. വീഡിയോയിൽ ഇത്തരം ഒരു ലൈംഗിക അധിക്ഷേപം ഉണ്ടായിട്ടില്ല, ദ്വയാർത്ഥ പ്രയോഗം ഉണ്ടായിട്ടില്ല, സ്ത്രീത്വത്തെ അപമാനിച്ചിട്ടില്ല, ഒരു സൗഹാർദ്ദപരമായിട്ടുള്ള സംഭാഷണം മാത്രമാണ് ഇവിടെ ഉണ്ടായത്. അതായത് ഹണി റോസിനെതിരെ ബോബി ചെമ്മണ്ണൂർ നടത്തിയത്. അതുകൊണ്ട് തന്നെ അത് ലൈംഗിക അധിക്ഷേപം ആയിരുന്നില്ല. ആ ഘട്ടത്തിൽ അതായത് ആ സംഭവം നടക്കുന്ന സമയത്ത് ഇതുപോലുള്ള അധിക്ഷേപ പരാമർശം നടത്തി എന്ന് പ്രതിഭാഗം പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാണിക്കുന്ന ആ സമയത്ത് ഈ നടി അതായത് ഹണി റോസ് ഒരു രീതിയിലും അസ്വസ്ഥത പ്രകടിപ്പിച്ചില്ല, അതിനോട് എതിർപ്പ് പ്രകടിപ്പിച്ചില്ല തുടങ്ങിയ വാദങ്ങൾ പ്രതിഭാഗം തന്നെ ഉന്നയിക്കുന്നുണ്ട്. പ്രധാനമായും പ്രതിഭാഗത്തിന്റെ ഈ വാദം തന്നെയാണ് ഈ കേസിൽ അവർ ഈ പ്രധാനമായി ഉയർത്തിക്കാണിക്കുന്നത്. അതായത് ആ ഘട്ടത്തിൽ ഈ സംഭവം നടക്കുന്ന സമയത്ത് ഈ നടിയുടെ ഭാഗത്തുനിന്ന് ഹണി റോസിന്റെ ഭാഗത്തുനിന്ന് യാതൊരു എതിർപ്പും ഉണ്ടായില്ല എന്നാണ് പ്രതിഭാഗം ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. മഞ്ജുഷ.